രാത്രി അങ്ങനെ സ്വപ്നം കണ്ട് ഉണർന്നതിന് ശേഷം ഡിനോ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്തും ഇല്ലീഗൽ ആയിട്ട് അണ്ടർഗ്രൗണ്ട് ബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുമാണ് ഇവൻ പൈസ സമ്പാദിച്ചിരുന്നത്. റൂമിന്റെ വാടക കൊടുക്കാൻ പോലും അവന് പൈസ തികയുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് നാളത്തെ വാടക കുടിശ്ശികയുണ്ട്, അത് തന്നില്ലെങ്കിൽ ഞാൻ ഇറക്കി വിടുന്നൊക്കെ ഓണർ ഒരു ദിവസം തിരിച്ചു വരുന്നുണ്ട് ഇവന്റെ അടുത്ത് പറയും. മരിയയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് മരുന്നും ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അവൾക്കുള്ള ഫുഡും മരുന്നും എല്ലാം കൊണ്ടാണ് അവൻ വീട്ടിലേക്ക് വരുന്നത്. ഇവന്റെ മുഖത്തെ മുറിവൊക്കെ കാണുമ്പോഴത്തേക്കും മരിയയ്ക്ക് സങ്കടമാണ്. എന്നാണ് നമ്മളുടെ ലൈഫ് ഒന്ന് നന്നാവുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവൾക്ക് എപ്പോഴും സങ്കടമാണ്, ചോദിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഒരു ദിവസം ഇങ്ങനെ ബോക്സിംഗ് കോമ്പറ്റീഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വരുമ്പോൾ ആരോ മരിയെ ഉപദ്രവിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആരാണെന്ന് ചോദിക്കുന്നത് പുറത്തേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇവൻ പോയിട്ട് ആ ആളെ ഇടിച്ച് ശരിയാക്കുന്നത്. എന്നിട്ട് ഡിനോ തിരിച്ചു വന്ന മരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. വീണ്ടും പാമ്പിന്റെ അമ്മ അവളുടെ സ്റ്റെപ്പ് ബ്രദറിനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോകും. ലൂക്ക് എന്നാണ് കുട്ടിയുടെ പേര്. അപ്പൂപ്പനത് ഇഷ്ടമാവുന്നില്ല. ഒരു ബേബി സിറ്ററിനെ വെച്ചാൽ പോരെയും ചോദിക്കും. നേരത്തെയുള്ള ആള് റൂഡായിട്ടാണ് ലൂക്കിന്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് പുതിയ ആളിനെ വെക്കാത്തതെന്ന് അമ്മൂമ്മ പറയും. കുട്ടിയുടെ അടുത്ത് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും അപ്പം പിന്നീട് അതിനോട് കൂട്ടാവും. എന്നിട്ട് ലൂക്കിനെ കൊണ്ടാണ് പാമ്പിനെ വിളിപ്പിക്കുന്നത്. എപ്പോൾ വരും, പെട്ടെന്ന് വരണം, ഗ്രാൻഡ് മദർ ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഒന്നിച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഡിനോ സിംഗപ്പൂരിൽ നിന്ന് തിരിച്ചു വരും. ആദ്യം കാണാൻ വരുന്നത് പാമ്പിനെയാണ്. നമുക്ക് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം, ഇന്ന് ഡിന്നർ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കണം എന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ടെന്ന് പാമ്പ് പറയും. കുറച്ച് സമയം മതി, നമുക്ക് എങ്കിലും ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിച്ചുകൊണ്ട് പോകും. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അവന് പാരീസ് ഫാഷൻ വീക്കിൽ മോഡലാകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് പറയുമ്പോഴത്തേക്കിനും അവർക്കും സന്തോഷമാവും. ഇപ്പോൾ ഒരുപാട് ഫേമസ് ആയിട്ടുണ്ട് ഡിനോ, പണ്ടത്തെ പോലെയല്ല. ഇവർ ഷോപ്പിങ്ങിന് പോയി കഴിയുമ്പോഴത്തേക്കിനും ഇവർക്ക് മിസ് ഡായുടെ ഒരു മെസ്സേജ് വരും. ഞാൻ ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത്, ഡിനോ ഇപ്പോൾ വളരെ ഫേമസ് ആണല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ അയച്ചു കൊടുക്കും. ഇത് കണ്ടോ, എന്താണെന്ന് നിനക്ക് മനസ്സിലായോ, അവൻ അമേരിക്കയിലായിരുന്നപ്പോൾ കുറേ നാൾ ജയിലിലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ഇത് കാണുന്നത് ഇവർക്ക് വലിയൊരു ഷോക്കാണ്. നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ, എന്തിനാണ് ഇങ്ങനെ കള്ളമൊക്കെ പറയുന്നതെന്നാണ് അന്നേരം പാം തിരിച്ച് അവരോട് ചോദിക്കുന്നത്. അപ്പം മിസ്ഡ ചോദിക്കും, എന്നെ പോലെ റെപ്യൂട്ടേഷൻ ഉള്ള ഒരാള് എന്തിനാണ് ഇങ്ങനെ ഫേക്ക് ന്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അവള് ചോദിക്കും, പിന്നെ എന്താണ് ഇവിടെ ആർക്കും ഇതിനെപ്പറ്റി അറിയാത്തതെന്ന്. അപ്പൊ ഇത് US-ൽ നടന്ന കാര്യമാണ്, പിന്നെ എങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾക്ക് അറിയാൻ പറ്റുന്നത്? അവിടെ ഇത് ന്യൂസിലൊന്നും വന്നിട്ടില്ല. റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലല്ലേ ക്രൈമൊക്കെ പുറത്തറിയത്തുള്ളൂ. പക്ഷെ പേടിക്കണ്ട, ഇവിടെ ഞാൻ റിപ്പോർട്ടേഴ്സിന് ഈ ന്യൂസ് കൈമാറിയിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുന്നുണ്ടെ പാം ആകെ പേടിച്ചിട്ട് ഡിനോ കാണാതെ ഒളിച്ചു നിന്ന് എല്ലായിടത്തും സെർച്ച് ചെയ്ത് നോക്കും, എവിടെയെങ്കിലും ഇങ്ങനെ ന്യൂസ് വന്നിട്ടുണ്ടോ അതിനെ പറ്റിയെന്ന്. പക്ഷെ അവൾക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ ഇവനാണെങ്കിൽ ഇവളെ അന്വേഷിച്ച് അവിടെ എല്ലാം നടക്കുമായിരുന്നു. അന്നേരമാണ് ഇവളിങ്ങനെ ഇതെല്ലാം നോക്കിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് നടന്നു വരുന്നത്. അവന്റെ ഫ്രണ്ടിലേക്കാണ് നേരെ ചെല്ലുന്നത്. എവിടെയായിരുന്നു, ഞാൻ എത്ര നേരം കൊണ്ട് നോക്കുന്നു, എന്ത് പറ്റിയും ചോദിക്കും. ഇവളി ഫോട്ടോ കാണിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവൾക്കൊരു കോൾ വരും. ചെല്ലുമെന്ന് പറഞ്ഞ് സമയമായിട്ടും കാണാനായിട്ടും ഗ്രാൻഡ് മദർ വിളിച്ച് നോക്കുന്നതാണ്. ഞാനൊരു കൊളീഗിന്റെ കൂടെ ഇവിടെ ഒരു കടയിൽ വന്നേക്കുകയാണ്, ഇപ്പൊ തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഇവള് കോള് കട്ട് ചെയ്യും. ഡിനോ ഇവളുടെ അടുത്ത് ചോദിക്കും, എന്താണ് എന്നെ കാണിക്കാനായിട്ട് പോയതെന്ന്. നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവള് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ വീട്ടിലേക്ക് വരും. വന്ന ഉടനെ അവളുടെ റൂമിൽ പോയിട്ട് ഈ ന്യൂസ് വന്നിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി അത് എല്ലായിടത്തും പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡിനോയ്ക്ക് ഇത്രയും വലിയൊരു അവസരം കിട്ടിയതിന്റെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു ന്യൂസ് വരും, അത് അസിസ്റ്റന്റ് കാണും. അമേരിക്കയിൽ വെച്ചിട്ട് ഒരു മോഡല്, ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ഒരാള് ഒരു ക്രൈം ചെയ്തിട്ടുണ്ട്, വിക്ടിം ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിയുകയാണ്, ആള് ജയിലിൽ കിടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസ്. മിസ് ഡായുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു വാർത്ത നമുക്ക് കിട്ടുകയെന്നൊക്കെ അവരതിൽ എഴുതിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അയാൾക്ക് സംശയം തോന്നും. ഡിനോയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഊഹിക്കായിരുന്നു അത് ഡിനോ തന്നെയാണെന്ന്. അങ്ങനെ ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡ് ആവും. ഡിനോ വീട്ടിലേക്ക് വരുമ്പോൾ മിസ് ഡാ അകത്തിരിപ്പുണ്ട്. എങ്ങനെയാണ് അകത്ത് കയറിയെന്ന് ചോദിക്കുമ്പോൾ, എന്നെപ്പോലെ ഒരാൾക്ക് ഇതൊന്നും അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്ന് നീ ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു, എനിക്ക് നിന്റെ സീക്രട്ട് അറിയാം, നീ US-ൽ ജയിലിൽ കിടന്നിട്ടുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഇവന് ഞെട്ടലുണ്ട്. ഞാൻ നിനക്കൊരു അവസരം തന്നു, പക്ഷേ നീ അത് വേണ്ട വിധം ഉപയോഗിച്ചില്ല, അത് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന്റെ ബാക്കി നീ അനുഭവിക്കണം. ഞാൻ ഇവിടെ വെച്ച് ഒരു മുറിവുണ്ടാക്കിയിട്ട് ഉറക്കം നിലവിളിച്ചാൽ ആളുകൾ എന്താണ് ചിന്തിക്കുക എന്ന് നിനക്കറിയാമല്ലോ അല്ലേ? ഒരു കാരണവശാലും ക്രിമിനൽ റെക്കോർഡുള്ള ഒരാളെ ആരും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. ഇനി എന്തായാലും ഈ ബാക്കി വരുന്ന എന്തൊക്കെയാണോ സംഭവങ്ങൾ അതൊക്കെ നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഇവരവിടുന്ന് പോകും. ന്യൂസ് എല്ലാം കണ്ടോ, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു അവസരം തരാമോ എന്ന് ഡിനോ വിളിച്ച് പാമ്പിൻ്റെ അടുത്ത് ചോദിക്കും. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന്, അന്നേരം പറയാമായിരുന്നല്ലോ എന്ന് പാമ്പ് തിരിച്ചു ചോദിക്കും.
കുറച്ച് ദിവസം കഴിഞ്ഞ് ദേഷ്യമൊക്കെ പോയി കഴിയുമ്പോൾ അവന് പറയാനുള്ളത് കേൾക്കാനായിട്ട് റെഡി ആയിട്ട് പാം വരും. നടന്ന സംഭവങ്ങളെല്ലാം അവൻ അതുപോലെ പറയും. ഞാൻ ആരെയും കൊന്നിട്ടില്ല, അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ജയിലിലാണെന്ന് പറയും. ന്യൂസൊക്കെ പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ജെസിക്ക ഒരു ലൈവ് വീഡിയോ ഇടും. ഇത്രയും ക്രൂവലായിട്ടുള്ള ഒരാളുടെ കൂടെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നോടും ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ് പെരുമാറിയിരുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് ഇവൾ പറയുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരുപാട് ഫോട്ടോഷൂട്ട്സ് ഉണ്ടായിരുന്നു, അതെല്ലാം ക്യാൻസൽ ആവും. ഇവർക്ക് തന്നെ ഉണ്ടായിരുന്ന കുറേ എണ്ണം ക്യാൻസൽ ആവും. അതിന് പിന്നിൽ എന്താണ് കാരണം എന്ന് ആദ്യം ഇവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ പിന്നീട് മിസ്ദായാണ് ഇതിന് കാരണം എന്ന് അവർക്ക് മനസ്സിലാവും. മിസ്ദായ്ക്ക് ഒരു ബ്യൂട്ടി ക്ലിനിക് ഉണ്ട്, അവിടേക്കാണ് അവരെ അന്വേഷിച്ച് ജെസിക്ക ചെല്ലുന്നത്. അപ്പോൾ ഇവളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്കാണ് മിസ്ദ സംസാരിക്കുന്നത്. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? നിന്നെ ഇത്രയാക്കിയത് ഞാനാണ്. അപ്പോൾ ഏതൊക്കെ വർക്ക് ക്യാൻസൽ ചെയ്യണമെന്നും ഞാൻ തന്നെ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. ജെസിക്ക ദേഷ്യത്തിലാണ് അവിടുന്ന് പോകുന്നത്. പാം പറഞ്ഞതനുസരിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് എല്ലാവരോടും ഡിനോ പറയും. എൻ്റെ സിസ്റ്ററിനെ ഉപദ്രവിക്കാനായിട്ട് ഒരാൾ ശ്രമിച്ചു, അങ്ങനെ ഞാൻ അയാളെ തിരിച്ച് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ഞാൻ അണ്ടർഗ്രൗണ്ട് ബോക്സിംഗ് ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ അയാളുടെ പരിക്ക് സാരമുള്ളതായിരുന്നു. അയാൾ മരിച്ചിട്ടില്ല, അയാളും ജയിലിലാണ്. അസോൾട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ജയിലിൽ പോയത്, അല്ലാതെ ആരെയും കൊന്നിട്ടില്ല. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. കാണാൻ വരരുതെന്ന് പറഞ്ഞ് ഞാൻ വിലക്കി. പിന്നീട് സിസ്റ്ററിനെ നല്ലൊരു സ്ഥലത്താണ് അവർ ചികിത്സിച്ചത്, അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ റിലീസ് ആകാൻ 6 മാസം ഉള്ളപ്പോഴത്തേക്കും തമ്മിലുള്ള കോണ്ടാക്റ്റ് ഇല്ലാതായി. അവസാനത്തെ ദിവസം ഞാൻ ജയിലിൽ നിന്ന് പോരുമ്പോൾ എനിക്ക് സിസ്റ്ററിൻ്റെ ഒരു മോതിരമാണ് കിട്ടിയത്, അത് അവിടെ കൊടുത്തിട്ട് പോകുമായിരുന്നു. പിന്നീട് അറിഞ്ഞു ഇവിടേക്ക് തായ്ലൻഡിലേക്ക് വന്നു എന്ന്. അങ്ങനെയാണ് ഞാനും ഇവിടേക്ക് വരുന്നത്. എനിക്ക് എൻ്റെ സിസ്റ്ററിനെ കണ്ടുപിടിക്കണം, അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. എന്തിനാണ് എൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചിവിടേക്ക് വന്നതെന്ന് എനിക്കറിയണം, ഞാനിപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ പ്രസ് കോൺഫറൻസിൽ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അതുവരെ അവനോട് ദേഷ്യം ഉണ്ടായിരുന്ന എല്ലാവർക്കും അതൊരു സിമ്പതി ആയിട്ട് മാറും. ഇത് കാണുന്നുണ്ടെ മിസ്ദായ്ക്ക് ദേഷ്യമാവും. പാമിൻ്റെ അമ്മ ജെസിക്കയും മരിയയും മോഡൽ ചെയ്തിരുന്ന നേരത്തെയുള്ള ഏജൻസിയിൽ വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കും. അവർക്കിപ്പോൾ മരിയ എവിടെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇവൻ പറഞ്ഞതനുസരിച്ച് ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഏത് അഡ്രസ്സിൽ നിന്നാണ് കൃത്യമായിട്ട് ഇവന് എല്ലാ മാസവും പൈസ വരുന്നതെന്ന് അന്വേഷിച്ചിട്ട് ആ അഡ്രസ്സ് കണ്ടുപിടിച്ച് അസിസ്റ്റന്റ് കൊടുക്കും. ഇവിടെ പോയി എന്തെങ്കിലും അന്വേഷിച്ച് നോക്കൂ, ചിലപ്പോൾ ഇയാളുടെ സിസ്റ്റർ തന്നെയാണോ അവിടെ ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന് പറയും. ഒരു വീട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ബാങ്കിലും ഏജൻസിയിലൊക്കെ ചെന്ന ആ ഒരു പെൺകുട്ടിയാണ്. മരിയ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ഇല്ലാന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ പാമ്പിനെ എവിടെയോ കണ്ടതായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയും. മരിയെ പറ്റി എന്തെങ്കിലും അറിയാമോ, ഒന്ന് പറയാമോ എന്ന് ഡിനോ ചോദിക്കുമ്പോഴത്തേനും വീടിനകത്തുനിന്ന് ആരോ വിളിക്കും. അപ്പോൾ എനിക്ക് പോകാൻ ധൃതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ഒന്നും പറയാതെ പോകും. പക്ഷേ അതിനെന്തൊക്കെ അറിയാമെന്ന് ഇവർക്ക് മനസ്സിലാവും. ഇവർ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കിനും പിറ്റേ ദിവസം ഒരു സ്ഥലത്ത് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് റൂട്ട് മാപ്പൊക്കെ അയച്ചു കൊടുക്കും. ചെല്ലുന്ന തന്നെ അതൊരു പള്ളിയിലായിരിക്കും. അപ്പോൾ തലേ ദിവസത്തെ അതേ പെൺകുട്ടിയാണ്. മരിയ അറിയാമോ എന്ന് ചോദിക്കുമ്പം അറിയാം, ഞങ്ങൾ പണ്ട് ഡേറ്റ് ചെയ്തിരുന്നു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇപ്പം എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പുറത്തുണ്ടെന്ന് പറയും. ഒരിക്കലും ഇനി മരിയയെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നൊരു പേടി ഡിനോയ്ക്ക് ഉണ്ടായിരുന്നു. അത് തന്നെ സംഭവിച്ചു. മരിയ ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഈ കുട്ടിയുടെ പേര് അന്യ എന്നാണ്. അത് US പഠിക്കാൻ വരുമ്പോഴാണ് ആദ്യമായിട്ട് ജെസിക്കയെ കാണുന്നത്. പേഴ്സ് ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ അവളെ സഹായിക്കുന്നത് ജെസിക്കയാണ്. അങ്ങനെയാണ് അവർ തമ്മിലുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറെ നാൾ കഴിയുമ്പോഴത്തേക്കിനും അവൾക്കൊരു ലെറ്റർ വരും തായ്ലൻഡിൽ നിന്ന്. അച്ഛൻ മരിച്ചു പോയി, തിരിച്ച് വീട്ടിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫോഴ്സ് ചെയ്ത് അവർ ഇവളെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് വേറൊരു കല്യാണം കഴിപ്പിക്കുവാണ്. അവളെ അന്വേഷിച്ച് മരിയ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം US നിന്ന് തായ്ലൻഡിലേക്ക് വരുവാണ്. ഇവിടെ വന്ന് കാണുമ്പോഴാണ് അവൾ വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പം താൻ കാരണം തൻ്റെ ബ്രദറും ജയിലിലായി, അന്യയും തന്നെ വിട്ടുപോയി, എല്ലാവരും ഇങ്ങനെയൊക്കെ പോകാൻ കാരണം ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളൊരു ലെറ്റർ എഴുതും. എന്നിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറയാത്തതിൽ എന്നോട് ദേഷ്യം തോന്നരുത്, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് മരിയ കൊടുത്ത മോതിരവും അന്യ ഡിനോയ്ക്ക് തിരിച്ചു കൊടുക്കും. വീട്ടിൽ നമ്മുടെ കാര്യം പറയണം, എനിക്ക് വീട്ടിലെ എല്ലാവരെയും കണ്ട് പരിചയപ്പെടണം, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഡിനോ ഇവളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവൾ സമ്മതിക്കത്തില്ല. ഞാൻ ആദ്യം ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് സംസാരിക്കട്ടെ എന്നാണ് പറയുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൂപ്പൻ ഗുളികയൊക്കെ കഴിയുന്ന കാണുമ്പോൾ ഇവർക്ക് പറയാനായിട്ടൊരു മടിയുണ്ട്. എന്നാലും സൂചിപ്പിക്കും, ഞങ്ങൾ ഡേറ്റ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ, എനിക്കിങ്ങനെ ഒരാളുണ്ട് എന്ന് മാത്രം പറയും. ആരാണ് എന്താണെന്നൊന്നും വിശദമായിട്ട് പറയത്തില്ല. ഇത് പുറത്ത് നിന്ന് ആവൂത് കേൾക്കുന്നുണ്ട്. പാം പറഞ്ഞത് കേൾക്കാതെ ഡിനോ സംസാരിക്കാനായിട്ട് വീട്ടിലേക്ക് വരും. പക്ഷേ ഇവള് ഗ്രാൻഡ് ഫാദറിനെ കാണാനായിട്ട് സമ്മതിക്കത്തില്ല. വേറൊരു ദിവസം ആവട്ടെ, ഇന്ന് നല്ല ദിവസമല്ല, ആദ്യം ഞാൻ പറഞ്ഞൊന്ന് റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട്
ദിനോയെ പറഞ്ഞ് തിരിച്ചു വിടും. ഇതെല്ലാം ആവൂത് കാണും. അടുത്ത ദിവസം ഗ്രാൻഡ് ഫാദർ ആവൂദിന്റെ അടുത്താണ് ചോദിക്കുന്നത് ആരാണ് പാമ്പിന്റെ ബോയ് ഫ്രണ്ട്, സ്കൂളിൽ കൂടെ പഠിപ്പിക്കുന്ന ടീച്ചറാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എനിക്ക് അറിയത്തില്ല എന്ന് അവൻ പറയും. നിങ്ങൾ ക്ലോസ് ആണല്ലോ, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണല്ലോ, അപ്പൊ എന്തായാലും പറയാതിരിക്കത്തില്ല, എന്തായാലും അറിയുവാണെങ്കിൽ എന്നോട് പറയണം എന്നും പറയും. അടുത്ത ഫോട്ടോഷൂട്ടിന് ചെല്ലുമ്പോൾ ജയിലിന്റെ സെറ്റാണ് അവിടെ ഇട്ടേക്കുന്നത്. അത് കാണുമ്പോൾ ദിനു അസ്വസ്ഥനാവും. ഇത് കണ്ടിട്ട് ഏജൻസിയുടെ ആള് പോയി അവരോട് അന്വേഷിക്കും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും ഇതാണ് അവരുടെ തീം, നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് മാറ്റാം എന്ന് പറയും. കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്ന് ഡിനോ പറയും. അപ്പൊ അത് യാദൃശ്ചികമാണെന്ന് അവൻ വിചാരിക്കുന്നുണ്ടെങ്കിലും മിസ്ദ അവിടേക്ക് വരുന്നത് കാണുമ്പോൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന് മനസ്സിലാവും. അത് കഴിയുമ്പോൾ പാമുമായിട്ട് ഡിനോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുന്നുണ്ടെ മനഃപൂർവ്വം മിസ്ദ ഇടയ്ക്ക് വന്ന് സംസാരിക്കും. അപ്പം ഇവരുടെ പ്രോജക്റ്റ് ആണെന്ന് അറിഞ്ഞിട്ട് എന്തിനാണ് ചെയ്യാനായിട്ട് സമ്മതിച്ചതെന്ന് പാം ചോദിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല, ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ റിജക്റ്റ് ചെയ്യുമായിരുന്നു എന്ന് ഡിനോ പറയും. വീണ്ടും ഷൂട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പം മിസ്ദ വന്നിട്ട് ചോദിക്കും നിങ്ങൾ സിൻസിയർ ആയിട്ടാണോ രണ്ടുപേരും, അപ്പൊ ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലേ, ഞാൻ എപ്പോൾ കണ്ടാലും ഇയാൾ ഈ പഴയ ബാഗും കൊണ്ടാണല്ലോ നടക്കുന്നത്, ഞാൻ പുതിയൊരു ബാഗ് ഇയാൾക്ക് വാങ്ങിച്ചു തരണമെന്നൊക്കെ ചോദിക്കും. ഇവരുടെ സംസാരത്തിലൊക്കെ എന്തോ പ്രശ്നമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവളൊന്നും തിരിച്ചു പറയത്തില്ല. ഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകാനായിട്ട് തുടങ്ങുമ്പോൾ ആരും പോകാൻ പാടില്ല, ഞാൻ ഡ്രസ് റൂമിലേക്ക് പോയപ്പോൾ എൻ്റെ ഒരു ഡയമണ്ട് റിംഗ് അവിടെ ഊരി വെച്ചിട്ട് പോയി, ഇപ്പൊ അത് കാണാനില്ല, എല്ലാവരും ചെക്ക് ചെയ്യണം എന്ന് പറയും. അങ്ങനെ ഇവർ വന്ന് നേരെ നോക്കുന്നത് പാമ്പിന്റെ ബാഗിലേക്കാണ്. അതിനകത്തുനിന്ന് കിട്ടും. അത് കാണുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. നിങ്ങൾക്ക് ഇത്രയും ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇത്രയും ആൾക്കാരെ പരിചയമുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ആദ്യം ദിനോയെ ഡ്രഗ് ചെയ്യാനായിട്ട് നോക്കി, അതിനുശേഷം അവനെതിരെ ന്യൂസ് കൊടുക്കാനായിട്ട് നോക്കി, അതൊന്നും നടക്കാഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ നേർക്ക് തിരിഞ്ഞേക്കുവാണല്ലേ, നിങ്ങൾക്ക് നന്നായി കൂടെ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവര് പോലീസിനെ വിളിക്കും. ഇവർക്ക് പേടിയുണ്ട്. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് ദിനോ പറയും. എന്നിട്ട് ചെന്നിട്ട് മിസ്ദായുടെ അടുത്ത് ദേഷ്യപ്പെടും. പാമ്പിന് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നിങ്ങളെ ഞാൻ വെച്ചേക്കത്തില്ലെന്ന് പറയും. പാം ജയിലിലാണ്. അവൾ പോലീസുകാരുടെ അടുത്തൊക്കെ ദേഷ്യപ്പെടും. അവരുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടാണോ നിങ്ങൾ അവർ പറയുന്നത് മുഴുവൻ കേൾക്കുന്നത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളമാണ്. കുറെ കഴിയുമ്പോഴത്തേക്കിനും ദിനോ വന്ന് അവളെ ജാമ്യത്തിൽ ഇറക്കും. പക്ഷേ ഈ റിലേഷൻ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല, നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്നാണ് അവൻ പറയുന്നത്. റീസൺ ഒന്നും പറയുന്നില്ല. ആ സങ്കടത്തില് പാം വന്ന ആവൂദിന്റെ അടുത്താണ് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. മിസ്ദ കാരണം പാമ്പിന് ജയിലിൽ പോകേണ്ടി വന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പം അമ്മ അവിടെ വന്നിട്ട് വലിയ ബഹളമായിരിക്കും. ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. മിസ്ദായാണ് ഇത് ചെയ്തതെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് CCTV ഫൂട്ടേജ് ഒക്കെ നോക്കും ഡിനോ. പക്ഷെ അതിനുള്ള തെളിവൊന്നും കിട്ടത്തില്ല. അന്നേരം ജസീക വന്നിട്ട് പറയും എൻ്റെ കയ്യിൽ തെളിവുണ്ട്, പക്ഷെ ഞാൻ പറയുന്ന കൂട്ട് ചെയ്യണം എന്ന്. അങ്ങനെയാണ് അവൻ പാമുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഇവൾ ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്നു. മിസ്ദ അവളെ ശ്രദ്ധിക്കുന്നില്ല. അവിടെ എന്തോ പ്രശ്നം നടക്കുകയാണെന്ന് ഇവൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവളൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രശ്നങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് ഇതായിരുന്നു അവിടെ നടന്ന സംഭവം നമുക്ക് മനസ്സിലാവുന്നത്. അവൾ ആ തെളിവും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. പണ്ട് മുതലേ മിസ്ദ ഇവളെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് എപ്പോഴാണ് പ്രതികാരം ചെയ്യാൻ പറ്റുക എന്ന് നോക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് കൃത്യമായ ഒരു അവസരമൊക്കെ കിട്ടിയത്. പോലീസുകാരെ മിസ്ദായെ വീണ്ടും വിളിച്ചു വരുത്തും. ഞങ്ങൾക്ക് ഇങ്ങനെ തെളിവ് കിട്ടിയിട്ടുണ്ട് നിങ്ങളാണിത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഫോൾസ് റിപ്പോർട്ട് കൊടുത്തതിനും ഡിഫേമേഷനും എല്ലാത്തിനും കേസ് എടുക്കും. ഇതാരായിരിക്കും ചെയ്തതെന്ന് പറഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറക്കുന്നുണ്ടെ ജസീക്ക അവിടെ നിൽക്കുന്നതാണ്. ദേഷ്യത്തിൽ അവളുടെ പുറകെ പോകുന്നുണ്ടെ പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നിറച്ചും റിപ്പോർട്ടേഴ്സ് ആയിരിക്കും. കൂടെ പാമ്പിന്റെ അമ്മയുണ്ട്. എല്ലാവരും ആവശ്യത്തിനുള്ള ഫോട്ടോസ് എടുത്തു, ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ മോളോട് ചെയ്തതിന് ഞാൻ പകരം ചോദിച്ചിരിക്കുന്നു, അത് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാൻ പാമ്പിന്റെ അമ്മയ്ക്ക് പറ്റും. പാമ്പ് കൂടുതൽ സമയം അവിടെ മുറിയിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഫുഡൊന്നും കറക്റ്റ് സമയത്ത് കഴിക്കാനായിട്ട് താഴേക്കൊന്നും ചെല്ലുന്നില്ല. ഇതറിഞ്ഞിട്ട് ഗ്രാൻഡ് ഫാദർ അവളെ കാണാനായിട്ട് ചെല്ലും. നീ ഡേറ്റ് ചെയ്തതിന് ഞാൻ എതിരല്ല, പക്ഷെ നല്ലൊരാളെ വേണം കണ്ടുപിടിക്കാനായിട്ട്, ആ ആളെ എനിക്ക് പരിചയപ്പെടുത്തി തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൂപ്പൻ പോകുന്നത്. അപ്പം അവർ ബ്രേക്കപ്പ് ആയിന്ന് പറയാനായിട്ട് അവൾക്ക് പറ്റുന്നില്ല. അവൾ അവിടെ നിന്ന് കരയും. ജെസിക്കയുടെ പല ഫോട്ടോഷൂട്ട്സും വീണ്ടും ക്യാൻസൽ ആവും. എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അവളുടെ എന്തോ ഒരു ഫോട്ടോ ലീക്കായെന്ന് പറയും. നോക്കുന്നുണ്ടെ അവൾ ആരുടെയോ കൂടെ മോട്ടറിലേക്ക് പോയ ഫോട്ടോ ആണ്. അന്നേരമാണ് മിസ്ദായുടെ കോള് വരുന്നത്. എൻ്റെ ഗിഫ്റ്റ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. ജെസിക്ക വെറുതെ ഇരിക്കുവോ? അന്നേരം തന്നെ മിസ്ദായുടെ ക്ലിനിക്കിലേക്ക് ചെല്ലും. ബ്യൂട്ടി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ആൾ നോക്കാതെ നിൽക്കുമ്പോൾ അവള് ട്രീറ്റ്മെന്റിന് വെച്ചിരുന്ന ക്രീമിലേക്ക് എന്തോ ഒരു മരുന്ന് ഒഴിക്കും. അപ്പോൾ അവള് ലൈവ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുന്നുണ്ടെ റിയാക്ഷൻ നടന്നിട്ട് മുഖമെല്ലാം ചുമന്ന് വരും. അപ്പോൾ ഈ ക്ലിനിക്കിൽ മുഴുവൻ കെമിക്കൽസ് ചേർന്ന സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, ആരും ഇങ്ങോട്ടേക്ക് വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് വീഡിയോ ഇടുന്നത്. എല്ലാവരും ഇത് കാണും. പാമ്പിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾറെഡി ഏജൻസി ഒക്കെ പൂട്ടിപ്പോയായിരുന്നു. ഈ ഒരു പ്രശ്നം കൂടി ആയപ്പോൾ ബ്യൂട്ടി ക്ലിനിക്കും പൂട്ടും. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ മിസ്ദ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരുപാട് കണക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും മിസ്ദായ്ക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഒറ്റ ഒരാളും ഹെൽപ്പ് ചെയ്യാനായിട്ടില്ലായിരുന്നു.
റിവെഞ്ച് ചെയ്യാൻ പറ്റിയതിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ജെസിക്കയ്ക്ക്. ഏകദേശം 1 വർഷം ആവും. ഡിനോയെ പറ്റി ആർക്കും വിവരമൊന്നും ഇല്ലായിരുന്നു. അവൻ വീട്ടിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് തിരിച്ചു വരും. പാവൂദ് ഇതിൻ്റെ ഇടയ്ക്ക് പാമിനെ വീണ്ടും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, അല്ലാത്ത രീതിയിൽ കാണാനായിട്ട് പറ്റത്തില്ല എന്ന് പാം അവനോട് പറയും. ഡിനോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവനെ അന്വേഷിച്ച് ഔദ് ചെല്ലും. എന്തിനാണ് പാമുമായിട്ട് ബ്രേക്കപ്പ് ആയത്? അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പിന്നെ എന്തിനാണ് ചെയ്തതെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഇവനെ നിർബന്ധിക്കും. ആദ്യമൊന്നും ഇവൻ സമ്മതിക്കത്തില്ല. പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്കും പാമിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ആ തെളിവ് കൊടുക്കുന്നതിന് പകരം അവളുമായിട്ട് ബ്രേക്കപ്പ് ആവണമെന്നാണ് ജെസിക്ക പറഞ്ഞത്. ഞാൻ കൊടുത്ത വാക്കാണ്, ആർക്കെങ്കിലും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാറുണ്ടെന്നാണ് ഡിനോ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഔദിന് ദേഷ്യം വരും. അങ്ങനെയാണെങ്കിൽ പാമ്പിന് കൊടുത്ത പ്രോമിസോ അതിനൊരു വിലയില്ലേ? ലൈഫ് ലോങ് അവളുടെ കൂടെ കാണുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു? ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും റീതിങ്ക് ചെയ്യേണ്ടി വരും. നമ്മൾ കൊടുത്ത പ്രോമിസസ് ഒക്കെ കീപ്പ് ചെയ്യണോ? അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്? അതോ ചിലരുടെ വാശിക്ക് വേണ്ടിയിട്ടാണോ ആ ഒരു പ്രോമിസ് നമ്മൾ കൊടുത്തത് എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ വാക്ക് പാലിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഔദ് പോകുന്നത്. ജെസിക്ക പതുക്കെ തിരിച്ചു വരും. അവൾക്ക് വീണ്ടും വർക്കൊക്കെ കിട്ടി തുടങ്ങും. വീണ്ടും പഴയതുപോലെ അവൾ ഫേമസ് ആവും. ജെസിക്കയ്ക്കും ഡിനോ എവിടെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഡിനോ അവളെ കാണാനായിട്ട് വരും. നമ്മുടെ പ്രോമിസ് ബ്രേക്ക് ചെയ്യാൻ പോവാണ് ഞാൻ, അതിന് പകരമായിട്ട് എന്താണ് വേണ്ടത്? എനിക്ക് പാമ്പിനെ കാണാനായിട്ട് പോകണം എന്ന് അവൻ പറയും. അപ്പൊ ജെസിക്ക പറയുന്നത്, എനിക്ക് പകരമായിട്ട് ഒന്നും വേണ്ട, എൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നീ വിചാരിച്ചു, നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടും. അവൾ അതിന് പറഞ്ഞതിന് കാരണം ഔദ് അവളെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഔദിന്റെ ജെസിക്കയ്ക്ക് അറിയത്തില്ല ആരാണെന്ന് ചോദിക്കും. അപ്പം എന്തിനാണ് ഡിനോയെ കൊണ്ട് അങ്ങനെ ഒരു പ്രോമിസ് ചെയ്യിച്ചത്? അത് നിങ്ങളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഭയങ്കര സെൽഫിഷ് ആണെന്ന് അതിൽ നിന്ന് മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഡിനോയ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന്. എന്നിട്ടും നിങ്ങൾക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടരുത് എന്നുള്ളൊരു വാശിപ്പുറത്താണ് നിങ്ങളത് ചെയ്തത്. അതൊരിക്കലും സ്നേഹമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കുറേ ഇവളുടെ അടുത്ത് പറയും. എനിക്കും പാമ്പിനെ ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ സന്തോഷമായിട്ടിരിക്കണം എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. നമ്മളല്ല അവർക്ക് പറ്റിയ ആളെന്ന് അവർക്ക് തോന്നുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഒരു കാര്യമില്ല. ആ സത്യം നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. നമുക്ക് ശരിക്കും ഒരാളെ ഇഷ്ടമാണെങ്കിൽ അവരുടെ സന്തോഷത്തിന് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇയാൾ ഇതുവരെയും ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവള് ഡിനോ വരുന്നുടനെ സമ്മതിക്കുന്നത്. ഡിനോ പാമ്പിനെ കാണാനായിട്ട് വരും. അപ്പൊ ന്യൂ ഇയർ ആയിട്ടുണ്ട്, ഇത്രയും നാളിന് ശേഷം എന്തിനാണ് എന്നെ കാണാനായിട്ട് വന്നതെന്ന് പാം ചോദിക്കും. അപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം അവൻ പറയും. ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണ്, ഞാൻ യുഎസിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറയും. ഞാനിവിടെ സ്റ്റേ ചെയ്യണോ അതോ യുഎസിലേക്ക് തിരിച്ചു പോകണോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം വരും. കഴിഞ്ഞ വർഷം ഈ വർഷത്തെ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. നമുക്കൊന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇപ്പോൾ ന്യൂ ഇയറിന് എന്നെ വന്ന് കണ്ടിട്ട് തിരിച്ചു പോവുകയാണെന്നാണോ പറയുന്നത്? എന്തിനാണ് എന്നോട് ഇത് ചെയ്യുന്നത്? ഇയാൾക്ക് പോവാതിരുന്നൂടെ, ഇവിടെ നിന്നൂടെ എന്നൊക്കെ ചോദിക്കും. ഇയാളെ പോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കാരണം ഇയാൾ വീണ്ടും വിഷമിക്കും, കരയുമെന്ന് എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയതെന്ന് ഡിനോ പറയുമ്പോൾ, അങ്ങനെയൊക്കെ എന്തിനാണ് ചിന്തിക്കുന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്ന് പാം പറയും. അങ്ങനെ രണ്ടുപേരും തെറ്റിദ്ധാരണകളൊക്കെ പറഞ്ഞു തീർക്കും. ഔദ് അവനെ ചെന്ന് കണ്ട് സംസാരിച്ച കാര്യമൊക്കെ ഡിനോ പാമ്പിൻ്റെ അടുത്ത് പറയും. അവള് ഔദിൻ്റെ അടുത്ത് വന്ന് താങ്ക്സ് ഒക്കെ പറയും ഇത്രയും ഹെൽപ്പ് ചെയ്തതിന്. ഔദിന്റെ മാർട്ടിലേക്ക് സാധനം വാങ്ങിക്കാനായിട്ട് ഒരു പെൺകുട്ടി വരും. അപ്പൊ അതിന്റെ കൈ തട്ടി അവിടുന്ന് പേപ്പർ കപ്പ് എല്ലാം കൂടി താഴെ പോകും. അപ്പൊ ഔദ് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഈ പെൺകുട്ടി നോക്കിയിട്ട് ഔദല്ലേന്ന് ചോദിക്കും. അവൻ നോക്കുമ്പോൾ പണ്ട് അവന്റെ കൂടെ പഠിച്ച പെൺകുട്ടിയാണ്. നീ ഇപ്പോഴും സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നാണ് ആദ്യം ആ കുട്ടി ചോദിക്കുന്നത് അവനോട്. പാമിന്റെ അമ്മയും ലൂക്കും എല്ലാം വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ ലൂക്കിന്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കും. അവരെല്ലാം കൂടി അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതന്നെയാണ് ഡിനോ പാമിനെയും കൂട്ടി അവിടേക്ക് വരുന്നത്. പാം എന്നിട്ട് ഗ്രാൻഡ് ഫാദറിനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇതാണ് എൻ്റെ ബോയ് ഫ്രണ്ട്, ഞങ്ങൾ ഡേറ്റ് ചെയ്യുകയാണെന്ന്. ഡിനോയെ കാണുമ്പോൾ അപ്പൂപ്പന് മനസ്സിലാവും ഇത് ഔദിന്റെ ഫ്രണ്ട് അല്ലേ, ആ ഫോറിനർ അല്ലേ എന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് പോകും. എന്നിട്ട് ഒരു തൂക്കം എടുത്ത് വെളിയിലേക്ക് വരും. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് കണ്ട് പേടിച്ചിട്ട് ലൂക്ക് ഓടിപ്പോയി ആ തോക്ക് പിടിച്ചു വാങ്ങിക്കാനായിട്ട് നോക്കും. അവിടെ ആകെ ബഹളമാവും. അതിൻ്റെ ഇടയ്ക്ക് പാവന്റെ അമ്മയ്ക്ക് വെടിയേൽക്കും. അന്നേരം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഗ്രാൻഡ് ഫാദർ എന്തിനാണ് ഇത്ര ക്രൂവലായിട്ട് എൻ്റെ അമ്മയോട് പെരുമാറുന്നത്, എൻ്റെ അമ്മ പാവമല്ലേ, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ലൂക്ക് വലിയ കരച്ചിലായിരിക്കും. അത് കാണുമ്പോൾ അപ്പൂപ്പനങ്ങ് കുറ്റബോധമാണ്. കുറച്ച് കഴിയുന്ന തന്നെ സർജറി സക്സസ്ഫുൾ ആയിരുന്നു എന്ന് വന്ന് ഡോക്ടർ പറയും. അപ്പോൾ പാമാണെങ്കിൽ അമ്മയെ കാണാനായിട്ട് അകത്തേക്ക് പോകും. എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് കയറി നിന്നത്, അതുകൊണ്ടല്ലേ ഇത് പറ്റിയത് എന്ന് പാം ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ അമ്മ ആയതുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പാമിൻ്റെ അമ്മ പറയും. അമ്മയ്ക്ക് അവളെ എത്രമാത്രം കാര്യമാണെന്നും അമ്മ പറഞ്ഞ വാക്കുകൾ എത്ര സിൻസിയർ ആണെന്നും അവൾക്ക് മനസ്സിലാവും.
അപ്പൊ അവൾ അത്രയും നാള് അമ്മയ്ക്ക് അവളോട് സ്നേഹം ഇല്ല എന്ന് തെറ്റിദ്ധരിച്ച് വെച്ചേക്കുമായിരുന്നു. തെറ്റിദ്ധാരണയൊക്കെ മാറും. അവൾ അതിന് അമ്മയോട് ക്ഷമയും ചോദിക്കും. അപ്പൊ എന്റെ ഭാഗത്തും തെറ്റുണ്ട്, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അമ്മയും പറയും. അപ്പം അമ്മയ്ക്ക് അവളെ സ്നേഹിക്കാൻ അമ്മയുടേതായിട്ടുള്ള രീതി ഉണ്ടെന്ന് പാമ്പിന് മനസ്സിലാവും. അന്നേരമാണ് അമ്മൂമ്മയും അപ്പൂപ്പനും ലൂക്കും കൂടി അവിടേക്ക് വരുന്നത്. അന്നേരം അമ്മൂമ്മയാണെങ്കിൽ അപ്പൂപ്പനും പാമ്പിന്റെ അമ്മയ്ക്കും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് പാമ്പിനെയും ലൂക്കിനെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകും. പാമ്പിന്റെ അമ്മയും അപ്പൂപ്പനും കൂടി അവർക്ക് സംസാരിക്കാനുള്ളതെല്ലാം സംസാരിച്ച് തീർക്കും. അമ്മ അപ്പൂപ്പനോട് സോറി പറയും, അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് അപ്പൂപ്പനും പറയും. ലിനോയ്ക്കാണെങ്കിൽ അവൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നുള്ള കുറ്റബോധമാണ്. അപ്പൊ അങ്ങനെയൊന്നും അല്ല, നമുക്ക് അപ്പൂപ്പന്റെ അടുത്ത് സംസാരിക്കാം, ഞാൻ സംസാരിച്ച് ശരിയാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടേ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും കൂടി അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഗ്രാൻഡ് ഫാദർ വന്നിട്ട് ഇവളുടെ അടുത്ത് ചോദിക്കും, നിനക്ക് ഉറപ്പാണോ, നിന്നെ നന്നായിട്ട് നോക്കും, നിന്നെ കരയിപ്പിക്കത്തില്ല എന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കും. അപ്പൊ പാം അതേന്ന് പറയും. എനിക്കൊരു കണ്ടീഷനേ ഉള്ളൂ, എന്നെ തനിച്ചാക്കിയിട്ട് നീ പോകരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് അപ്പൂപ്പൻ പറയുമ്പോഴത്തേനും അവള് സമ്മതിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, എനിക്ക് എതിർപ്പൊന്നുമില്ല എന്ന് അപ്പൂപ്പൻ പറയും. അത് കേൾക്കുമ്പോൾ അമ്മൂമ്മയ്ക്കും സന്തോഷമാവും. അതിനുശേഷം ഒരു ദിവസം ഡിനോ പാമ്പിനെ പ്രപ്പോസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഡ്രാമ അവസാനിക്കുന്നത്.